ഹലോ ഓൾ. ഇന്നൊരു കുട്ടി വീഡിയോ ആണ് കേട്ടോ. ഞാനൊരു ഷോപ്പിങ്ങിന് പോവാണ്. ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ അങ്ങനെ കാര്യമായിട്ട് ഷോപ്പിംഗ് ഒന്നുമില്ല, വീട്ടിൽ സാധനങ്ങൾ മേടിക്കാൻ പോവാ. അതായത് പലചരക്ക് സാധനങ്ങൾ. ഞാൻ സൂപ്പർ മാർക്കറ്റിലാട്ടോ മേടിക്കാൻ പോവാറ്. അവിടെ നിന്നാകുമ്പോൾ ഒരു വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഒരുമിച്ച് മേടിക്കാം. സാധാരണ ഒരു പലചരക്ക് കടയാണെങ്കിൽ നമുക്ക് അവിടുത്തെ പലചരക്ക് സാധനങ്ങൾ മാത്രമല്ലേ മേടിക്കാൻ പറ്റുള്ളൂ. അതിനുള്ള സമയം എനിക്കില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ മാസത്തിലൊരിക്കലാട്ടോ ഷോപ്പിംഗ് ചെയ്യാറ്, മീൻസ് ഗ്രോസറി ഷോപ്പിംഗ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പം ഇടയ്ക്കിടയ്ക്ക് പോയി മേടിക്കുന്നതിനെക്കാട്ടും ഒരുമിച്ച് മേടിച്ച് വെക്കുന്നതല്ലേ നല്ലത്. ഇറങ്ങുന്നതിന് മുമ്പ് ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അതായത് വീട്ടിലെ സാധനങ്ങൾ എന്തൊക്കെയാണ് കഴിഞ്ഞതെന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് ഒന്ന് ഞാൻ നോട്ട് ഡൗൺ ചെയ്ത് വെക്കും. എന്നിട്ട് ആ ലിസ്റ്റ് എടുത്തിട്ട് മാത്രമേ ഞാൻ പോകാറുള്ളൂ. അല്ലാന്ന് വെച്ചാൽ എന്നോട് മറന്നു പോകും എന്തൊക്കെയാണ് മേടിക്കേണ്ടതെന്ന്. മറക്കുന്നത് മാത്രമല്ല, ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടാനും സാധ്യത ഉണ്ട്. ഷോപ്പിങ്ങിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഏരിയ ആണ് കേട്ടോ നമുക്ക് ഈ ഗ്രോസറി ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ. നമുക്ക് പാക്കറ്റ്സിലും സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടാവും, അല്ലാതെ ലൂസായിട്ടും ഉണ്ടാവും. എനിക്കിങ്ങനെ ഈ ലൂസായ സാധനങ്ങൾ ഓരോന്നും നമുക്ക് ഇഷ്ടമുള്ളത്ര ഇങ്ങനെ പാക്ക് ചെയ്ത്, മീൻസ് സ്വന്തമായിട്ട് പാക്ക് ചെയ്തെടുക്കുന്നത് എനിക്ക് ഭയങ്കര ഒരു ഹരമാണ്. ആദ്യമൊക്കെ എന്തൊക്കെയോ മേടിച്ച് കൂട്ടാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ കറക്റ്റായിട്ട് അറിയാം എത്ര സാധനങ്ങൾ നമുക്ക് എത്ര ദിവസം നിൽക്കും എന്നുള്ളത്. ഉം. ഈ ഒരു ഏരിയ എൻ്റെ വീക്ക്നെസ് ആട്ടോ. ഈ ഒരു സാധനം മാത്രം എൻ്റെ ബഡ്ജറ്റിൽ നിന്ന് ഞാൻ ഒഴിവാക്കാറില്ല. ഇവിടെ എത്തുമ്പോൾ ഞാൻ ഇങ്ങനെ ഉരുട്ടി കളിക്കും. ഞാൻ എന്നോട് തന്നെ ഒരു ഡിബേറ്റിൽ ഏർപ്പെടും. വേണോ വേണ്ടേ, വേണോ വേണ്ടേ എന്ന്. എന്നാലും ഇങ്ങനെ നടന്ന് കാണാൻ എനിക്കിഷ്ടം കേട്ടോ. ചുമ്മാ ഇങ്ങനെ നടന്ന് നടന്ന് ഓരോരോ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കി തിരിച്ചും മറിച്ചും നോക്കി പിന്നെ നൈസായിട്ട് അവിടെ തന്നെ വെക്കും. വണ്ണം ഇച്ചിരി കൂടുന്നുണ്ടേ അതുകൊണ്ട്. പക്ഷെ ബോണസ് ആയിട്ട് ഈ സാധനം ഞാൻ എടുത്തു കേട്ടോ. അങ്ങനെ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ മെല്ലെ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. പുറത്തുനിന്ന് ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ഈ മൂടി ഇട്ടത്. എനിക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ബൈക്കിലായതുകൊണ്ട് പിന്നെ പറയുകയോ വേണ്ടല്ലോ. നമ്മളിപ്പോൾ പോകുന്നത് ഞാൻ സ്വിഗ്ഗിയിൽ പരിചയപ്പെട്ട ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിലേക്കാണ്. ഷങ്കായ് എന്ന് പറഞ്ഞിട്ട്. എനിക്ക് സ്വിഗ്ഗിയിൽ ആണ് ഞാനിത് ഓർഡർ ചെയ്തത് ഫുഡ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇന്ന് ഞാൻ നേരിട്ട് അവിടെ പോകാമെന്ന് വിചാരിച്ചു. നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ. കുഞ്ഞി ഒരു റെസ്റ്റോറൻ്റ് ആണ്, പക്ഷേ ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു. ഫുഡും അതേപോലത്തെ നല്ല അടിപൊളി ഫുഡായിരുന്നു. ഞാൻ സാധാരണ അവിടുന്ന് ഓർഡർ ചെയ്യുന്ന ചില്ലി ഗാർലിക് നൂഡിൽസ് തന്നെയാണ് ഇത്തവണയും ഞാൻ കഴിച്ചത് കേട്ടോ. ഇവിടെ നമ്മളെ നാട് പോലെയല്ല. നമ്മുടെ നാട്ടിൽ ഫുഡ് ഇങ്ങനെ കൊണ്ട് വെച്ച് പോവില്ലേ, ഇവിടെ ഇവർ നമുക്ക് സെർവ് ചെയ്ത് തരും കേട്ടോ. അത് നല്ലൊരു പ്രാക്ടീസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു പൈനാപ്പിൾ മോക്ടെയിലും കൂടി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെട്ടില്ല, കാരണം അതിനകത്ത് ഐസ്ക്രീം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ എം നോട്ട് ആൻ ഐസ്ക്രീം പേഴ്സൺ, അതുകൊണ്ട് ഞാനത് കഴിച്ചില്ല. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് ഹൈദരാബാദിൻ്റെ സ്വന്തം രത്നദ്വീപിലേക്കാണ്. ഈ രത്നദ്വീപ് എന്ന് പറഞ്ഞ സ്റ്റോറ് ഹൈദരാബാദിൽ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഉണ്ട്. ഹൈദരാബാദിലെ എല്ലാ പ്രധാനപ്പെട്ട ഏരിയാസിലും ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും നമുക്ക് രത്നദ്വീപ് കാണാം. രത്നദ്വീപ് എന്ന് പറയുന്നത് ഒരു സൂപ്പർ മാർക്കറ്റാണ്. പക്ഷെ സാധാരണ സൂപ്പർ മാർക്കറ്റിനെക്കാട്ടും എന്തോ ഒരു പ്രത്യേകത എനിക്ക് രത്നദ്വീപിൽ തോന്നിയിട്ടുണ്ട്. ഇവിടെ കൂടുതലും നമുക്ക് ഫുഡ് ഐറ്റംസ് ആണ് കാണാൻ പറ്റുക. അല്ലാത്ത ഐറ്റംസ് ഇപ്പോൾ അവർ കൊണ്ടുവയ്ക്കുന്നുണ്ട്, എന്നാലും നമുക്ക് കൂടുതലും ഫുഡ് ഐറ്റംസ് ആണ്. അതിൽ റെഡി ടു കുക്ക് ഐറ്റംസും ഉണ്ടാവും, റെഡി ടു ഈറ്റ് ഐറ്റംസും ഉണ്ടാവും.
ഇത് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സിൻ്റെ ഏരിയ ആണ് കേട്ടോ. അതായത് പാല്, തൈര്, പിന്നെ യോഗർട്ട്, ചീസ്, പനീർ, ബട്ടർ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുള്ള ഒരു ഏരിയ ആണ്. ഇത് ഞാൻ പറഞ്ഞ പോലെ റെഡി ടു കുക്ക് ഫുഡ് ഐറ്റംസ് ആണ്. കണ്ടില്ലേ, ബ്രോക്കലി മുറിച്ച് വെച്ചിട്ടുണ്ട്, കയ്പ, അങ്ങനെ ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ടാവും. പിന്നെ നമുക്ക് ഈ നൂഡിൽസിനൊക്കെ വെജിറ്റബിൾസ് മുറിച്ച് ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ടാവും. ചുമ്മാ നമ്മൾ നൂഡിൽസിലേക്ക് ആഡ് ചെയ്യുക, കഴിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഇത് സ്പ്രൗട്ട്സ് ആണ്. ഇത് നോർമൽ നമുക്ക് ഫ്രഷ് വെജിറ്റബിൾസ് ആണ്. ഇതൊക്കെ പിന്നെ എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും കാണുന്ന പോലെ ഡ്രിങ്ക്സ് അതെല്ലാം ഉണ്ട്. ഇത് ഫ്രോസൺ ഫുഡ്സ് ആണ് കേട്ടോ. വെജീസും ഉണ്ടാവും, പിന്നെ നോൺ വെജ് ഐറ്റംസും ഉണ്ടാവും. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഇത് രാത്രി 11 മണിയുടെ ട്രാഫിക്കാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ടാവാറുണ്ട് രാത്രി ആയാലും. നല്ല തണുപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ മാസ്ക് ഇട്ടത്. സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു എനിക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.